Parle Fab in yummy chocolate and vanilla crème. വെടിയുതിർത്ത ഉടനെ റേസ് തുടങ്ങിക്കഴിഞ്ഞു. അതാ എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് ഘോടേശ്വരൻ മുന്നിലെത്തി കഴിഞ്ഞു. കാണികൾ വളരെ രോമാഞ്ചഭരിതരായിരിക്കുന്നു. ഘോടേശ്വരനും വളരെ ആവേശത്തിലാണ്. എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് ഘോടേശ്വരൻ മുന്നേറുകയാണ്. കമാൻ കുതിരേശ്വർ, നിനക്ക് ജയിക്കാൻ കഴിയും. ഘോടേശ്വരൻ വളരെ വേഗത്തിലാണ്. ഈ ടിക് ടിക് സൗണ്ടിന് പകരമായിട്ട് ആരോ കരയുന്ന സൗണ്ടാണല്ലോ വരുന്നത്. എടാ പൊട്ടാ, മുകളിലോട്ട് നോക്കടാ, നിന്റെ ബോർഡ് എന്നെ മുഖത്താ കൊള്ളുന്നേ. സോറി. രണ്ട് മിണ്ടാതിരുന്ന് റേസ് കാണാൻ നോക്ക്. എന്റെ പിള്ളേര്, ലോക്ക്ഡൌൺ ഇനിയും കൂടുതലായിട്ട് മുന്നോട്ട് നീട്ടുവോ? വീട്ടിൽ വിരുന്നുകാർ വന്നിട്ടുണ്ട്, കുറച്ച് പാല് കിട്ടുവോ? അടി കൈ. അതേ കുട്ടികളെ, നല്ല കുതിരയാണ്. എന്റെ പൊന്നോ, ഞാൻ തന്നെ തന്നെ പോയി എടുത്തോളാം. കണ്ണാ സാറേ, സാറിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്. പാല് കട്ടെടുക്കുമായിരുന്നല്ലേ? ഒരു വാക്ക് ഞങ്ങളോട് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ എടുത്തുതരുന്നല്ലോ. എന്റെ പിള്ളേരെ, നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ ടി വി ശ്രദ്ധിച്ചിരിക്കുന്ന പോലെ ഞാൻ പണ്ട് പഠിത്തത്തിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ വല്ല IAS IPS ആയി മാറിയേനെ. ആഹാ, കുതിരേശ്വർ, ട്യൂസ്ഡേ ആണ് എന്റെ ലക്ക് ഡേ, സൺഡേ ആണ് എന്റെ ബസ്. നിങ്ങൾ കാണുന്ന റേസിലെ ഹീറോ ആണ് എന്റെ ഗസ്, കുതിരേശ്വർ. ഹായ്, ഹൗ ആർ യു ഫ്രണ്ട്? തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു കുരുമുളകുരുളും. നിങ്ങൾ എന്റെ ഫാൻസ് ആണെന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതെന്നെ ആനന്ദ നിർവൃതിയിൽ ആറാടിക്കുകയാണ് കൂട്ടുകാരെ. നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ? അല്ലെങ്കിൽ വേണ്ട, ഇപ്പോഴെനിക്ക് അതിനോടൊരു മൂഡില്ല. അതെന്താണ് മൂഡ് മാറിയത്? അതിനെ കുറിച്ചും പറയാനുള്ള ഒരു മൂഡിലല്ല ഞാനിപ്പോൾ. സത്യത്തിൽ ഞാനിവിടെ മൂഡ് ഓഫ് ആയിരിക്കുമായിരുന്നു. മറന്നുപോയി, ഇരുന്നു പോയി, കറുത്തുപോയി, വെറുത്തുപോയി, അവസാനം ചിരിച്ചു പോയി. ഞാനാണ് റോഷൻ ത്രിപാഠി. പക്ഷെ താങ്കളുടെ പേര് കുതിരേശ്വർ എന്നല്ലേ? അതെനിക്കും അറിയാം, പക്ഷെ എനിക്കിപ്പോ റോഷൻ എന്ന് പറയാനുള്ള മൂഡാണുള്ളത്. കൂട്ടുകാരെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുതിരേശ്വരന്റെ മുമ്പേ നിൽക്കുന്ന ഹണി എന്നൊന്ന് തോണ്ടിയേ. എന്നാ താ പിടിച്ചോ കൊച്ചളിയാ. സത്യമാണ്. എന്റെ പിള്ളേരെ, ഇതെന്റെ കൂട്ടുകാരൻ കുതിരേശ്വറാണ്. ഇവിടെ ആദ്യമായിട്ടായതുകൊണ്ട് കുറച്ച് മൂഡ് ഔട്ട് ആണ്. ഇപ്പോ പെട്ടെന്ന് മൂഡ് മാറാറുണ്ട്. ഇവ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തുണി അലക്കും. തിയേറ്ററിൽ പോയാലോ അവിടെ നിന്ന് ഗെയിം കളിക്കും. സത്യത്തിൽ ഇദ്ദേഹം വേറെ ആരോടോ കൂട്ടുകൂടാൻ പോയതാ. മൂഡ് മാറിയപ്പോ ഖന്നാസാറിന്റെ കൂടെ കൂടി. പച്ച നിറത്തിലുള്ള കൊച്ചുകാക്കെ വന്ന് ഈ കസേരയിൽ കുത്തിയിരിക്കൂ. സോറി അനിയ, എനിക്കിപ്പോൾ ചെയർ മാറ്റാനുള്ള മൂടാ വന്നത്. അതുകൊണ്ടാ. എന്റെ ഫ്രണ്ടിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ ഇടിക്കും, പറഞ്ഞേക്കാം. കണ്ടില്ലേ, ഇവരുടെ മൂഡ് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ ഫൈനലിൽ ഇവര് ഓടാൻ സാധിക്കില്ല. ഞങ്ങളുടെ ഹീറോ നാളത്തെ റേസിൽ ജയിക്കാൻ വേണ്ടി ഇദ്ദേഹം പറയുന്ന എന്തും ഞങ്ങൾ ചെയ്യും. അനിയ, ഈ മൊബൈൽ പിടിക്ക്, എന്നിട്ട് ആ AC ഒന്ന് ഓൺ ചെയ്തേ. മൊബൈലും കൊണ്ട് AC ഓൺ ആക്കാൻ പറ്റുമോ? അത് രണ്ടും വെവ്വേറെ കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. ഒരു സെക്കൻഡ് മുമ്പ് എനിക്ക് മൊബൈൽ നോക്കാനാണ് തോന്നിയതാ. നിങ്ങൾ വേഗം പോയി എനിക്കൊരു ചായ കിട്ടോണ്ട് വാ. പിടിച്ച നല്ല കോഫിയാ. ഇപ്പൊ താങ്കളുടെ മൂഡ് മാറിക്കാണല്ലോ അല്ലേ? നീ എന്താടാ എന്നെ കളിയാക്കുകയാണോ? ഞാൻ പറഞ്ഞത് എനിക്ക് കോഫി വേണമെന്നല്ല, മനസ്സിലായോ? നല്ല ചൂട് ചായയാ. മുഴുവനും കേട്ടിട്ട് പോയാ പോരായിരുന്നോ? എനിക്കിപ്പോൾ ആവശ്യം കോഫിയും ചായയും ഒന്നുമല്ല, നല്ല ജ്യൂസാണ്. എന്റെ അനിയ, നീ എനിക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടു, അതിനു വേണ്ടി കുറെ സമയം നഷ്ടപ്പെട്ടു. നീ ആകെ ചുറ്റപ്പെട്ടു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ആം സോറി അനിയ. ഇപ്പൊ താങ്കൾക്ക് എന്ത് ചെയ്യാനുള്ള മൂഡാണെന്ന് പറയൂ. ഇപ്പൊ എനിക്ക് ഹോക്കി കളിക്കാനുള്ള മൂഡാണ് അനിയ. Slide, swim, glide. Feel the fun of Fab ride. Feel the Fab. Parle Fab in yummy chocolate and vanilla crème. അല്ല, ചന്ദ്രനിൽ പോകാനുള്ള മൂടുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ഹോക്കിയുടെ ഡ്രസ് എടുത്തിട്ടത്?
വരൂ, നമുക്ക് ചന്ദ്രനിലേക്ക് പോകാം. സത്യത്തിൽ എനിക്കിപ്പോ സിറ്റിയിലൂടെ വണ്ടി ഓടിക്കാനുള്ള മൂടാണുള്ളത്. എടാ ഇങ്ങനെ പൊക്കി എടുത്തോണ്ട് ഇപ്പൊ തന്നെ വാ, അല്ലെങ്കിൽ അടുത്ത മൂട് ഇപ്പൊ തന്നെ പൊട്ടി വീഴും. അതെ, നിങ്ങളെല്ലാം പൊയ്ക്കോ, എനിക്ക് അർജന്റായിട്ട് തുറക്കണം. സത്യത്തിൽ എനിക്കിപ്പോൾ ഈ വണ്ടി സ്പീഡിൽ ഓടിക്കാനാണ് തോന്നുന്നത്. വണ്ടി എന്തിനാ നിർത്തിയേ? നിർത്താനുള്ള മൂടായിരുന്നു അനിയ. വണ്ടി നിർത്താനോ? അല്ല, എനിക്കിപ്പോൾ ഒരു കാര്യം പറയാനുള്ള മൂഡ് വന്നു. വേഗം സീറ്റ് ബെൽറ്റ് ഇട്ടോ. എനിക്കിപ്പോൾ ഈ വണ്ടി കൊക്കയിലേക്ക് ചാടിക്കാനുള്ള മൂടാണ്. വേണ്ട. ഇയാളെ നാളെ റേസിൽ പങ്കെടുപ്പിക്കണമെന്നുള്ള ആഗ്രഹം നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിക്കായിരുന്നാ മതി. ഇനി നമ്മൾ പതുക്കെ പോകുന്നുള്ളൂ. പക്ഷെ പുറകോട്ട് നോക്കിക്കൊണ്ടായിരിക്കും ഓടിക്കുന്നത്. അയ്യോ കുതിരേശ്വര, മുമ്പോട്ട് നോക്ക്, ദേ മുമ്പോട്ട് നോക്ക്. അതിനുള്ള മൂഡ് എനിക്കില്ല അനിയ. ദേ നോക്ക്, അതായിരിക്കുന്നു. അനിയ, മുതിര കുതിരകളുടെ ഇഷ്ടഭക്ഷണമാണെന്ന് അറിയില്ലേ? ഇത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് കണ്ടു നിൽക്കാനായില്ല. ഈ മുതിര കഴിച്ചാൽ മധുരയിൽ പോയി കുതിര സവാരി നടത്താൻ പറ്റിയ. ഇത് മൂടാണോ അതോ കുട്ടികളുടെ ഡൈപ്പറാണോ? ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തിരിച്ചടി കിട്ടുമ്പോഴേ മനസ്സിലാവും. കൊള്ളാലോ ഹണി, നല്ലൊരു ഐഡിയ കിട്ടി. താങ്ക് യു കൊച്ചളിയ. പക്ഷെ ഈ ഡൈപ്പർ എന്ന് പറയുന്നത് അത്ര വലിയ ഐഡിയ ഒന്നും അല്ല. അയ്യോ അതല്ല, ഇയാളോട് തിരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം. എങ്കിലും ഇയാൾക്ക് മനസ്സിലാവൂ. മൂടിടയ്ക്ക് മാറുമ്പോ എത്ര പേരാണ് ബുദ്ധിമുട്ടിലാവുന്നെന്ന് ഇയാൾ മനസ്സിലാക്കട്ടെ. വാ. അനിയ, നിനക്കെന്താ ഞാനിവിടെ ഇരിക്കുന്നത് കണ്ടൂടെ? സോറി, ഞങ്ങൾ കണ്ണടച്ച് നടക്കാനുള്ള മൂഡിലായിരുന്നു. ഞാനിപ്പോൾ ബലൂൺ പറത്താനുള്ള മൂഡിലാണ്. അതെന്താ, നീ ബലൂൺ പറത്തുന്ന കാര്യമല്ലേ എന്നോട് പറഞ്ഞതാ? സോറി, എന്റെ മൂടാകെ മാറിപ്പോയി. താങ്കളുടെ കൂടെ ചേർന്ന് ഇപ്പൊ ഞങ്ങളുടെ മൂട് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഇപ്പോൾ ഐസ്ക്രീം കഴിക്കാനുള്ള മൂഡിലാണോ? അതെ അനിയ. സോറി, എനിക്ക് തരാനുള്ള മൂഡില്ലായിരുന്നു കേട്ടോ. എനിക്കിപ്പോ ചെവി പിടിച്ച് കളിക്കാനുള്ള മൂഡില്ല. എനിക്ക് കാലിലും. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇക്കിളിയേക്കാളുള്ള മൂടാണ്.
എനിക്കാണെങ്കിൽ പാലിലും. അയ്യോ വേണ്ടേ. അയ്യോ നിങ്ങളെ മൂടെന്താ ഇതുവരെ ചേഞ്ച് ആവാത്തത് അനിയ? മൂഡ് ചേഞ്ച് ചെയ്യാതിരിക്കുന്നതും ഒരു മൂഡ് തന്നെയാണ്. അതൊരു തെറ്റായ കാര്യമാണ് അനിയ. നിങ്ങളുടെ മൂഡിനനുസരിച്ച് നിങ്ങൾ എന്ത് വേണം ചെയ്യുമെന്നാണോ പറയുന്നത്? തീർച്ചയായും താങ്കളും അത് തന്നെയല്ലേ ചെയ്യുന്നേ. താങ്കളുടെ മൂഡ് കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. എന്നിട്ട് ഞങ്ങൾക്ക് താങ്കളെ റൈസിൽ കാണാൻ ആഗ്രഹമുണ്ട്. അനിയ, നീ എനിക്ക് കാര്യങ്ങൾ വളരെ സ്പഷ്ടമായും ശിഷ്ടമായും ശ്രദ്ധയോടും പറഞ്ഞു തന്നു. വളരെ ആശ്ചര്യവും അത്ഭുതകരവും വ്യത്യസ്തവുമായ ഒരു വഴിയിലൂടെയാണ് നീ അത് പറഞ്ഞു തന്നത്. ഇനി ഞാൻ എന്റെ മൂഡനുസരിച്ച് മാത്രമല്ല മറ്റുള്ളവർ പറയുന്നതും കേൾക്കും. ഞാൻ നാളത്തെ റേസിൽ തീർച്ചയായും പങ്കെടുക്കും അനിയ, തീർച്ചയായും. കാണികൾ ആവേശത്തിലാണ്. തുടങ്ങിയിരിക്കുന്നു. ഇപ്പോ കോടേശ്വരൻ വിജയിച്ചിരിക്കുന്നു. ഇതോടുകൂടി കോടേശ്വരൻ ഒരു നല്ല ഓട്ടക്കാരനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്.